വി ഡി സതീശൻ പൊട്ടിച്ച ബോംബിന് വലിയ പ്രകമ്പനം കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത് ഈ എന്താണ് പിന്നെ വലിയ തരംഗങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. പക്ഷെ ഒന്നുമല്ലാത്ത കാര്യത്തിലേക്ക് അതങ്ങ് പോവുകയാണോ? കുഞ്ഞോളം പോലും ഉണ്ടാക്കിയില്ലെന്നുള്ളത് കഷ്ടം. ഇ ഡി സതീശൻ ഇത് വലിയ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്ന ഒന്ന് ഞെട്ടാൻ വേണ്ടിയിട്ട്. ഞെട്ടിയില്ലെന്ന് മാത്രമല്ല, നമുക്കൊരു ചെറിയ തരത്തിലുള്ള ഒരു തരംഗം ഉണ്ടല്ലോ, അതുപോലും ഉണ്ടാക്കിയാൽ പര്യാപ്തമായില്ല. എനിക്ക് തോന്നിയപ്പോൾ എല്ലാവരും രാഹുൽ ഗാന്ധിക്ക് പഠിക്കാൻ നടക്കുകയാണ്. ആറ്റം ബോംബ് ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞു, പൊട്ടിയത് ആറ്റം ബോംബാണ് എന്ന് പറഞ്ഞ പോലെ കാര്യമായി പോയി. ഇത് സംഭവം എന്താണെന്നറിയാം, നമ്മൾ വിചാരിച്ച് രാജീവ് ചന്ദ്രശേഖറിൻ്റെ എന്തെങ്കിലും ഒരു അവിഹിത ബന്ധം കൊണ്ടുവരാനുള്ള ശ്രമമാണ്. കാരണം അദ്ദേഹം വലിയൊരു വ്യവസായിയും ഹോട്ടലിയറും അതുപോലെ തന്നെ IT ബിസിനസ്സിൽ ഏർപ്പെട്ട് കോടികൾ കൊയ്ത ആൾക്കാരുമാണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളാണല്ലോ എന്നാണ് നമ്മൾ വിചാരിച്ചത്. അതിൻ്റെ ഏതെങ്കിലും ഒരു കഥ ഇപ്പോൾ കേൾക്കാം എന്ന് കൗതുകത്തോടെ കാതോർത്തിരുന്നപ്പോൾ ഇതിപ്പോൾ ഒരു വസ്തു ഇടപാടിൻ്റെ കാര്യമാണ്. ഈ പാലക്കാട് C കൃഷ്ണകുമാറിനെ കുറിച്ച്, ചന്ദ്രശേഖരനെ കുറിച്ചുള്ളതേ അല്ല, ഇങ്ങേയറ്റത്തിരിക്കുന്ന ഈ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചുള്ളതല്ല, മറിച്ച് അങ്ങേയറ്റത്ത് പാലക്കാട്ടിരിക്കുന്ന കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന C കൃഷ്ണകുമാറിനെ കുറിച്ചുള്ളതാണിത്. പാവം മനുഷ്യനെ കുറിച്ച്. എന്താ കഥ അതിൽ? അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഈ C കൃഷ്ണകുമാറിൻ്റെ അച്ഛൻ ഒരു വില്ലെന്ന് പറഞ്ഞാൽ വിൽപ്പത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ വിൽപ്പത്രം എഴുതി വെച്ച കൂട്ടത്തിൽ അദ്ദേഹം ഓരോരുത്തർക്കും വേണ്ടത് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അന്യമതസ്ഥയായിട്ടുള്ള, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇത്, അന്യമതസ്ഥയായിട്ടുള്ള ഒരു മരുമകൾ വരികയും ഇത് അവിടുത്തെ അലമാരി മുഴുവൻ, ഇത് വെച്ചിരുന്ന അലമാരി ഉൾപ്പെടെ എല്ലാം തല്ലിപ്പൊട്ടിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തു. തനിക്ക് വേണ്ടത്ര കിട്ടിയില്ലെന്നുള്ള പരാതിയെ തുടർന്ന്. അപ്പോൾ ഈ കേസിന് കൂടുതൽ ബലം നൽകാൻ വേണ്ടിയിട്ട് കൃഷ്ണകുമാർ തന്നെ പീഡിപ്പിച്ചു. അതാണ് സതീശൻ കണ്ടത്. പക്ഷേ ഈ കേസ് 2010 നടക്കുന്നതാണ്. പോലീസ്, കേരളത്തിലെ പോലീസ്, BJP അല്ലല്ലോ അന്നും ഇന്നും ഭരിക്കുന്നത്. ഒന്നിൽ UDF, 2 അല്ലെങ്കിൽ LDF, 2 ആയാലും BJPക്കെതിരെ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചു. കോടതി വിധിയും വന്നു. കോടതി വിധിയിൽ ഈ C കൃഷ്ണകുമാർ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. കേസ് അവിടെ തീർന്നു. കേസ് തീർന്നു കഴിഞ്ഞു. അത് പണ്ടേ വിധി വന്ന ഒരു കേസിൻ്റെ കാര്യമാണ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത്ര വിഷയദാരിദ്ര്യമായി പോയോ സതീശനെന്ന് നമ്മൾ ആലോചിച്ചു. വേറെ നല്ല സബ്സ്റ്റൻസ് ഉള്ള ഇതൊരു പകയാണെന്ന് ഇപ്പോൾ മനസ്സിലാകും. അതെ. കാരണം മാങ്കൂട്ടത്തിൽ പ്രശ്നം മറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന, അതെ, മാങ്കൂട്ടത്തിൽ പ്രശ്നം അത് നഗ്നമായിട്ട് അവിടെ നിൽക്കുകയാണ്. സതീശനും കൂട്ടരും ഏത് സ്വപ്ന ലോകത്തിലാണെന്ന് അറിയത്തില്ല. സതീശ, ഞാൻ പറയുകയാണ്, താങ്കളുടെ ഉപദേഷ്ടാക്കൾ എന്ത് പറഞ്ഞാലും കോൺഗ്രസിനെ എങ്ങനെങ്കിലും കരകയറ്റണമെന്നുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട്. മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക. അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ആവശ്യപ്പെടാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കേട്ടും. രാഹുൽ ഗാന്ധി പറയുന്ന പോലെ കള്ള കമ്മീഷനൊന്നും അല്ലിത്. അദ്ദേഹം കള്ളങ്ങൾ പറയുന്നത് വിശ്വസിക്കണ്ട. നിങ്ങളല്ലെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല. അതിന് തുന്നി വെച്ച കുപ്പായം അവിടെ ഇരിക്കുകയുള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നിങ്ങൾ ആദർശശുദ്ധിയുള്ള ഒരു പാർട്ടിയാണെന്നും കുടുംബത്തിൽ പിറന്നവരുടെ പാർട്ടിയാണെന്നും ഉള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങൾക്കുള്ളിൽ, കോൺഗ്രസിനുള്ളിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നടത്തിയിട്ടും കുറേ പേരെങ്കിലും അവശേഷിക്കുന്നത് നിങ്ങൾ തല്ലിനും തല്ലിപ്പൊളി പരിപാടികൾക്കും പോകാത്ത അന്തസ്സുള്ള അഭിജാത്യമുള്ള പാർട്ടിയാണെന്ന് വിചാരിച്ചാണ്. അതാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് നല്ല വോട്ട് ഷെയർ പണ്ട് കിട്ടിയിരുന്നത്, നിങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തുകാരെ. അതുപോലെയാണ് കേരളത്തിൽ എല്ലായിടത്തും ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തെ ഊതിക്കെടുത്തുന്ന തരത്തിലാണ് ഈ ആരോപണങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ആരോപണങ്ങൾ, ഞാൻ തെറ്റുകാരും അറിയത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിലാണോ ആരോപണം ഉന്നയിക്കുന്നവരാണോ തെറ്റുകാർ? എനിക്കതറിയാം. ഞാനൊരു ജഡ്ജിയൊന്നുമല്ല. അതിനകത്ത് അത് കേസ് വന്നിട്ടുമില്ല. ശരിയാണ്, ഒരു കേസും വന്നിട്ടില്ല. പക്ഷെ കേസ് വരുന്നതിന് മുമ്പേ നിങ്ങളങ്ങ് രാജിവെച്ച് മാതൃക കാണിക്കാതെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. കാരണം ഇത് പുകമറയാക്കിക്കൊണ്ട്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പുകമറയാക്കിക്കൊണ്ട് എന്തൊക്കെ ആരോപണമാണ് നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി മെനഞ്ഞെടുത്ത് ടൂൾ കിറ്റ് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ ഒരു അന്തരീക്ഷം ഉണ്ടാവും. നിങ്ങൾക്കെല്ലാം ഇതിൽ പങ്കുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ നാറും. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല. അതുകൊണ്ട് ഈ സൂത്രപ്പണികളൊന്നും എടുത്തിട്ടൊരു കാര്യമില്ല. കോടതി വിധി പറഞ്ഞ കേസുകളൊക്കെ ചെയ്ഞ്ഞെടുത്ത് വേസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ഫലമില്ല, ചീറ്റിപ്പോയി. ഇതിപ്പോൾ പാകിസ്ഥാൻ്റെ ഈ ഡ്രോണുകൾ തകർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് രക്ഷയൊന്നുമില്ല. ഇത് BJPയെ ഒരു പരിക്ക് ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. കാരണം ഇക്കാര്യത്തിൽ ഭേദമാണവർ, നിങ്ങളെക്കാൾ വളരെ ഭേദമാണവർ.
ഒരു സംശയമില്ല. കാരണം കുറച്ചൊരു പേടിയുണ്ട് അവർക്ക്. അതുകൊണ്ട് അതൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ വെച്ചുകൊണ്ടും കള്ളക്കഥകൾ മെനഞ്ഞു ഒന്നും ശുദ്ധമായ കഥകൾ സ്ത്രീകൾ തന്നെ പറഞ്ഞെങ്കിലേ ആ കാര്യങ്ങൾ വെളിവാകുകയുള്ളൂ. അല്ല VD സതീശൻ പോയി കഥ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ ഒന്നും ജനങ്ങൾ വിശ്വസിക്കത്തില്ല. VD സതീശൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കും. അല്ലാതെ ഇങ്ങനെയുള്ള കള്ളക്കഥകൾ ചുമ്മാ ഇരുന്ന് താങ്കളുടെ സമയം ഇതിനു വേണ്ടി മെനക്കെടുത്താൽ ചീറ്റിപ്പോയിരിക്കുന്നത് വളരെ കഷ്ടമുണ്ട്. താങ്കൾ എറിഞ്ഞ് പടക്കം പോത്തിൻ്റെ ഒരു ഞെട്ടൽ പോലും ഉണ്ടാക്കാം. ഓലപ്പടക്കം ഉണ്ടല്ലോ, അതിൻ്റെ ഞെട്ടൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കഥ. അല്ല, ഈ ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ പറഞ്ഞിരിക്കുന്നതിന് വേണ്ടത്ര ആധികാരികത പോലും ഞാൻ കാണുന്നില്ല. അല്ല, കൃഷ്ണകുമാർ പറഞ്ഞതിൽ ആധികാരികത ഉണ്ട്. കൃഷ്ണകുമാർ പറഞ്ഞത് VD സതീശൻ പറഞ്ഞതിൽ കാളയെ കളയണ്ടാന്ന്. എന്തിനാ ഈ കാള വെച്ചിരിക്കുന്നത്? നിങ്ങൾ കാള ഇറച്ചി ഉണ്ടാക്കി കഴിക്കാൻ. ഇതിൻ്റെ പേര് കാളയും കൊണ്ട് പോയിട്ട് രാജ്യത്ത് ചേറിൻ്റെ മുമ്പിൽ പോയിട്ട് എന്തിനാ ഓച്ചിറക്കാളെ കൊണ്ടുപോകുന്നവരെ കൊണ്ടുപോകാൻ? ഇതിനകത്ത് ഒരു കാര്യമില്ലെന്നേ. ഒരു വസ്തു സംബന്ധമായ ഒരു തർക്കത്തിൽ കള്ളക്കേസ് ഉണ്ടാക്കി, കള്ളക്കേസിൽ പിടിച്ചു. കള്ളക്കേസിൽ ആ സ്ത്രീയെ പിടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്ത്രീ പറഞ്ഞിരിക്കുന്ന മൊഴി തെറ്റാണെന്ന് കോടതി വിധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഇനിയും പിന്നെ നിങ്ങൾ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്ത പ്രിയങ്ക ഗാന്ധിയെ പോലെ ആ കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേറെ അത് പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കണം. അല്ല, ജനങ്ങളെ കാളയം കൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഫോട്ടോഷൂട്ടിന് അവസരം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് സബ്സ്റ്റൻസ്. അങ്ങനെ ഒരു കേസാണ് താങ്കൾ ഉന്നയിച്ചത്. ഇങ്ങനെ ആളുകളെ ഞങ്ങൾ കേരളീയരെ പൊട്ടന്മാരാക്കരുത്, നിരാശരുമാക്കരുത്. ഞെട്ടലുണ്ടാക്കുന്ന കൊണ്ടുപോവാ, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം. ഒരു ഞെട്ടലും ഉണ്ടാക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയെ പോലെ ആറ്റം ബോംബ് ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അത് ചീറ്റിപ്പോയ കേസുകൾ ഉണ്ടാക്കി ചുമ്മാ വെറുതെ നാറരുത്. കോൺഗ്രസ് വെറുതെ നാറരുത്. കോൺഗ്രസ്സിന് ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഫൈറ്റ്, ഇവിടെ LDFനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഫൈറ്റ് ഇതാ. ഞങ്ങളുടെ ഒരു MLAക്കെതിരെ ആരോപണം വന്നു, ഞങ്ങൾ ആ MLA സ്ഥാനം എടുത്ത് എറിയുന്നു. ചുണയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ മുകേഷിനെ പുറത്താക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങളെ അതുപോലെ ഇപ്പോൾ ചോദ്യം വരും, എൽദോസും അവിടെ ഇരിക്കുന്നല്ലോ, വിൻസെൻറ്റും അവിടെ ഇരിക്കുന്നു, രണ്ടുപേരെയും പുറത്താക്കൂ. ഇതിപ്പോൾ തീരാൻ പോവാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി. കുഴപ്പമൊന്നുമില്ല, പുതിയ തെരഞ്ഞെടുപ്പ് വരത്തില്ല. നിങ്ങൾക്ക് പറയാൻ അഭിപ്രായം വേണ്ടെന്ന്. BJP മാത്രമേ പറയൂ തെരഞ്ഞെടുപ്പ് വേണമെന്ന്, LDFും പറയും വേണ്ടെന്ന്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേ അംഗീകരിക്കും. BJP പറയുന്നത് അംഗീകരിക്കില്ല. അങ്ങനെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. വെറുതെ അത്രയും ചിലവുണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അന്തരീക്ഷം അനുകൂലമാണ്. ഇപ്പം തന്നെ അധികം നാറുന്നതിന് മുമ്പ് മീൻ നമ്മൾ വീട്ടിലെടുത്ത് വെച്ചിരുന്നാൽ ഫ്രിഡ്ജ് വെക്കാതിരുന്നാൽ നാറിക്കൊണ്ടിരിക്കും. അനുദിനം കോൺഗ്രസ് ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജകുമാരനെ, വലിയ പണമുള്ള വീട്ടിലെ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അറിയാം. അദ്ദേഹത്തിന് സ്വന്തം വ്യവസായങ്ങളും ഒക്കെ ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരനേക്കാൾ വളരെ പണമുള്ള ഒരാളാണ്, കുടുംബമാണ്. അതിൻ്റെ അഹങ്കാരം കൊണ്ട് ചെയ്തു പോയ ചില ഫ്രണ്ട്ഷിപ്പിൽ പറ്റിയ തെറ്റുകൾ, ഏത് ചെറുപ്പക്കാർക്കും പറ്റാവുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ അത് പറ്റിയ തെറ്റിന് അദ്ദേഹം മാപ്പ് ചോദിക്കണം. എന്നാലും അദ്ദേഹത്തെ MLA സ്ഥാനത്തൊന്ന് മാറ്റണം. അത് കാരണം പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ളതാണ് പ്രമാണം. അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചു വരാം. നിങ്ങൾ സർട്ടിഫിക്കറ്റ് എത്ര പേര് തിരിച്ചു വന്നിരിക്കുന്നു? രാജ്മോഹൻ ഉണ്ണിത്താൻ തിരിച്ചു വന്നിട്ടില്ലേ? PK കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വന്നിട്ടില്ലേ? AK ശശീന്ദ്രൻ മന്ത്രിയായിട്ടിരിക്കുന്നില്ലേ? ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അല്ലെങ്കിൽ പോകുന്നത് കോൺഗ്രസ് പോലും രാഷ്ട്രീയ അജ്ഞാതവാസത്തിലേക്കോ സന്യാസത്തിലേക്കോ ആയിരിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് ദയവായിട്ട് നിങ്ങൾ കോമൺ സെൻസോടെയും ലോജിക്കോടെയും ചിന്തിക്കുക. രാഹുൽ ഗാന്ധിയുടെ ബുദ്ധി കടമെടുത്ത് ദയവായിട്ട് കേരളത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാതിരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.